ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വേലായുധൻ ഗോപാലകൃഷ്ണനോട് പറയാം, എടാ നിനക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്, എനിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. നോക്കിയിട്ട് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ആ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി നമുക്ക് മോഷ്ടിക്കാം. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനിയുടെ അച്ഛനല്ലേ, വാ അകത്ത് കയറിയിരിക്കാം, ശിവൻ അകത്തോട്ട് പോയിരുന്നോ, ഞങ്ങൾ കുറച്ച് സംസാരിച്ചിട്ട് വരാം എന്നിങ്ങനെ വേലായുധൻ പറയുവാണ്. ഗോപാലകൃഷ്ണൻ ആകെ പേടിയും വെപ്രോളം. എടാ നമ്മൾ പറഞ്ഞ ശിവൻ കേട്ട് കാണുമോ? അവൻ കേട്ട് കാണത്തില്ലെന്നേ. തനിക്ക് പണം വേണമെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം, നമ്മുടെ രണ്ടുപേരുടെയും വിഷമങ്ങൾ മാറ്റിത്തരാൻ തൃക്കരിപ്പൂർ ദേവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. എടോ, നമ്മളെ ഭഗവാൻ സഹായിക്കാതിരിക്കില്ല. ഗോപാലകൃഷ്ണൻ ആകെ വിഷമത്തോടെ ശാരിക കിടക്കുന്ന കിടപ്പോർക്കുക. മകൾക്ക് വേണ്ടി മോഷ്ടിക്കാൻ പോണു. ആകെ കൺഫ്യൂഷനിലാണ് ഗോപാലകൃഷ്ണൻ. സത്യമോളും പപ്പിമോളും നല്ല ഉറക്കമാണ്. ശാലിനിയാണ് ഈ ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആ ഭാഗത്തോട്ട് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷ രാജേന്ദ്രനാണ് വന്നിരിക്കുന്നത്, ശാന്തയുടെ ഭർത്താവ്. ശാരികയുടെ കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള വരവാണ്. അവൻ പതുക്കെ ഡോറൊക്കെ ഇങ്ങനെ തുറന്നു. ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറി മുഖംമൂടിയൊക്കെ ഇട്ട് അവൻ ആ റൂമിലോട്ട് ഇങ്ങനെ പോവുക. ശാരികയുടെ കുഞ്ഞാണെങ്കിൽ കട്ടിലിൽ കിടക്കുക. എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ ശാലിനിക്ക് തോന്നുന്നുണ്ട്. രാജേന്ദ്രൻ പാത്തും പതുങ്ങി ശാലിനിയുടെ ബെഡ്റൂമിൽ കയറി കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവുക. ശാലിനി ശബ്ദം കേട്ടതുകൊണ്ട് നേരെ മുകളിലോട്ട് വന്നു. പപ്പിയും സത്യം ഉറങ്ങുവാണല്ലോ, എന്തായിരിക്കും ശബ്ദമെന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ അവിടെ ഒരുത്ത മുഖം മൂടിയിട്ട് നിൽക്കുന്ന ശാലിനി കണ്ടു. വന്നത് കള്ളനാണെന്ന് ശാലിനിക്ക് മനസ്സിലായി. ശാലിനി പെട്ടെന്ന് അവിടെ അങ്ങോട്ട് മാറി മറഞ്ഞു നിൽക്കുക. രാജേന്ദ്രൻ കുഞ്ഞ് കിടക്കുന്ന കണ്ട് ഇങ്ങനെ കുഞ്ഞിനെ നോക്കി നിൽക്കുക. ശാലിനി പെട്ടെന്ന് അവിടെ ഫ്ലവർ വേസ് എടുത്ത് രാജേന്ദ്രൻ്റെ തലമണ്ടയ്ക്ക് ഒരു ഒറ്റടി. അടിയും കൊണ്ട് രാജേന്ദ്രൻ താഴെയോട്ട് ഓടുവാണ്. പൊന്നി പൊന്നീന്നിങ്ങനെ ശാലിനി വിളിച്ചു പോവാ. അപ്പോൾ പെട്ടെന്ന് ലൈറ്റിട്ട് പൊന്നി അങ്ങോട്ട് ഓടി വരിക. പൊന്നി നോക്കുമ്പോൾ ഒരു കള്ളൻ മുഖം മൂടിയിട്ട് നിൽക്കുന്നു. അയ്യോ കള്ളൻ കള്ളന് ശാലിനിയും പൊന്നിയും വിളിച്ചു പോവാ. പൊന്നി പിടിച്ചോടെ, അവൻ കള്ളനാ, വിടരുത്. പെട്ടെന്ന് രാജേന്ദ്രൻ എങ്ങനെയൊക്കെയോ കുതിറി ഓടി വെളിയിൽ വന്നു കഴിഞ്ഞു. അയ്യോ കള്ളൻ, സത്യാമ്മേ കള്ളൻ എന്നൊക്കെ വിളിച്ചു പോവാ. പെട്ടെന്ന് സത്യാമ്മ എഴുന്നേറ്റ് ഓടി വരിക. അപ്പം ശാലിനി ഓടുന്ന കണ്ടുകൊണ്ട് അയ്യോ ശാലിനി ശാലിനി എന്ന് വിളിക്കുക സത്യാമ്മ. രാജേന്ദ്രൻ വന്ന ഓട്ടോറിക്ഷക്കാരൻ അവിടെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. രംഗം വഷളായെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരൻ വന്ന് രാജേന്ദ്രനെയും കയറ്റിക്കൊണ്ട് വണ്ടി വിട്ടങ്ങ് പോവുകയാണ്. എന്താ ശാലിനി, എന്താ? സത്യമേ കള്ളനാണെന്ന് തോന്നുന്നു, എന്നെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞ്. എന്നിട്ട് രാഘവേട്ടന് ഓടി വരുന്നുണ്ട്. അവൻ മങ്കിക്കാപ്പ് ഇട്ടതുകൊണ്ട് ആളാരാണെന്ന് മനസ്സിലായതില്ല. അപ്പോൾ പൊന്നി ഓടി വന്നിട്ട് പറയാം, എന്നിട്ട് അവൻ പിൻഭാഗത്തോട് ഓടിപ്പോയി. കുഞ്ഞ് പൊന്നി, നീ വാതിലെല്ലാം ലോക്ക് ചെയ്തിരുന്നല്ലോ. അയ്യോ ഞാൻ ലോക്ക് ചെയ്തിരുന്നതാ, എങ്ങനെ അകത്ത് കയറിയെന്നറിയില്ല. കള്ളൻ അകത്ത് കയറിയിട്ട് വല്ലതും കൊണ്ടുപോയോ? ഇല്ലച്ചാ, അതിന് സാധ്യതയില്ല, കയ്യിലൊന്നും ഇല്ലായിരുന്നു. കളക്ടറെ വീട്ടിൽ സ്വർണം കൂട്ടി വച്ചിരിക്കുന്ന കരുതി വന്നതായിരിക്കും. മോളെ, നീ പെട്ടെന്ന് പോലീസുകാരെ വിവരം അറിയിക്കും. ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? ഉടനെ കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. സത്യാമ്മ ഒരടി അവനെ കൊടുത്തിട്ടുണ്ട്, അത് ശരിക്കും അവന് കൊണ്ടിട്ടുമുണ്ട്. പൊന്നി, നീ എല്ലാ ഭാഗത്തും ചെന്ന് നോക്കിക്കുക, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്ന്. ഈ സമയത്ത് രാജേന്ദ്രൻ ഓട്ടോറിക്ഷയിൽ പോവുക. അവൻ്റെ തലമണ്ടയ്ക്ക് ശരിക്കും അടി കിട്ടിയിട്ടുണ്ട്, അവൻ തടവുക. ഇങ്ങനെയായാലും എന്ത് വിശ്വസിച്ചാണ് നമ്മളിവിടെ കിടന്ന് ഉറങ്ങുന്നത് അല്ലേ രാഘവേട്ട? ഇത്രയും ചോദിച്ചത് ഉടനെ രാഘവേട്ടൻ, അവനെവിടെ ആ വിഷ്ണു? അവനിവിടെ ഇല്ലാത്ത എല്ലാത്തിനും കുഴപ്പം. ശാലിനി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ശാരിയെ കാണാൻ വന്നിരിക്കുക. എന്താ മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാച്ചാ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? എന്നെ അങ്ങ് കൊന്നു കളയച്ച. അയ്യോ പൊന്നുമോളെ, അങ്ങനെയൊന്നും പറയരുത്. ചെറിയൊരു ഓപ്പറേഷൻ ചെയ്താൽ മോൾക്ക് എളുപ്പം എഴുന്നേറ്റ് നടക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനിത്തിരി കാശിൻ്റെ ആവശ്യമുണ്ട്, അത് ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മോളെ അച്ഛൻ. അച്ഛൻ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാലിന് സ്വാധീനവും ഇല്ല, എഴുന്നേറ്റ് നടക്കാനും വയ്യ. എൻ്റെ കാര്യങ്ങൾ പോലും എനിക്ക് നോക്കാനാവുന്നില്ല. പിന്നെ എങ്ങനെയാച്ചാ ഞാൻ എൻ്റെ മോളെ നോക്കുന്നത്? മോളിപ്പോൾ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. മോൾക്ക് അച്ഛനും അമ്മയും കൂടപ്പുറപ്പും ഒക്കെ ഉള്ളതല്ലേ. മോളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എവിടെയാണെങ്കിലും ആ പൊന്നുമോൾ ഒരു രാജകുമാരിയെ പോലെ വളരും. ഓ, രാജകുമാരിയായിട്ട് വളരുമെന്നോ? കുറച്ച് ദിവസം ഞാൻ എൻ്റെ അനുജത്തിയോടൊപ്പം നിന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ അച്ഛാ. എന്നോടും എൻ്റെ മോളോടും കാണിച്ച അവഗണന, കൂടെ അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥ വലിയൊരു ദുരന്തം തന്നെ ആയിരിക്കും അച്ഛാ. ഇപ്പം തന്നെ എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന പകുതി അനുഭവിച്ചാൽ മതിയായിരുന്നു. ബാക്കി പകുതി അമ്മയുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും ഞാൻ മറന്നു പോവുമായിരുന്നു. അതാണ് അമ്മമാരുടെ സ്നേഹം. ആ സ്നേഹം പോലും എനിക്ക് എൻ്റെ മോൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. മോൾ ഇങ്ങനെ സങ്കടപ്പെടാതെ. എന്നും ഈശ്വരൻ ഒരാൾക്കിങ്ങനെ സങ്കടം മാത്രം തരത്തില്ല. ഒരു ദിവസം നിനക്കും വരും ഒരു നല്ല കാലം. അത് ചിലപ്പോൾ ആ പൊന്നുമോളെ കൊണ്ടാണെങ്കിലോ. എൻ്റെ മോളെ എനിക്കൊന്ന് എടുത്ത് ലാളിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ആ ഭാഗ്യം അതിനി എൻ്റെ ജീവിതത്തിലുണ്ടോ അച്ഛാ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനോടൊപ്പം എൻ്റെ ഭർത്താവ് പോവില്ലായിരുന്നല്ലോ. മോളെ, ഇത് ജീവിതമാണ്. പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരും.
എല്ലാ ജീവിത സുഖങ്ങളും നൽകി ദൈവം ആരെയും സൃഷ്ടിക്കുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. അതോർത്ത് മനസ്സ് തളർന്നിരിക്കാനാണെങ്കിൽ പിന്നെ അതിനേ നേരം കാണത്തുള്ളൂ. എനിക്ക് എൻ്റെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റണ്ടേ അച്ഛാ. ഞാൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ജീവിക്കുന്നത്? എല്ലാവർക്കും തിരക്കാ. ആ തിരക്കിനിടയിൽ സ്വന്തമായിട്ട് കൈകാലുകൾ പോലും ചലിപ്പിക്കാനാകാത്ത ഞാൻ ഒരധികപ്പറ്റായിട്ട് തന്നെ മാറും. അതിലും ഭേദം എന്നെ അങ്ങ് ഒന്ന് കൊന്നു കളഞ്ഞുകൂടെയെന്നാ അച്ഛാ ഞാൻ ചോദിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാരിക പറയാം, ഡോക്ടറോട് അച്ഛൻ ഒന്ന് പറ, എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തന്ന് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ. എന്തിനാ ഞാൻ ഇങ്ങനെ ഇനി കിടക്കുന്നത്? എൻ്റെ പൊന്നുമോളെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ അച്ഛനെ സങ്കടപ്പെടുത്തല്ലേ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഈ അച്ഛൻ ഉണ്ടാക്കും. അതിനിപ്പോൾ ആരെയെങ്കിലും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മോടെ ഓപ്പറേഷൻ ഈ അച്ഛൻ നടത്തിയിരിക്കും. അച്ഛനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലച്ച. ജന്മനാ കാലുകൾക്ക് സ്വാധീനമില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടേനെ. പക്ഷേ ഇതങ്ങനെയാണോ? എനിക്ക് വയ്യച്ച ഇങ്ങനെ ഈ കിടപ്പ് കിടക്കാൻ. എൻ്റെ മോളെ എൻ്റെ ഇഷ്ടത്തിനൊന്ന് താലോലിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്തിനാച്ചാ എനിക്ക് ഈ ജീവിതം? എൻ്റെ മോളൊന്ന് സമാധാനപ്പെടു. നിൻ്റെ ഈ കണ്ണുനീരിന് ഫലം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ അച്ഛനുണ്ടാക്കും. കൃഷ്ണൻകുട്ടിയാണ് ഈ ഓട്ടോറിക്ഷയും കൊടുത്ത് രാജേന്ദ്രനെ വിട്ടിരിക്കുക ശാരികയുടെ കൊച്ചിനെ കൊണ്ടുവരാൻ. തലമണ്ടയ്ക്ക് തല്ലും വാങ്ങിച്ച് രാജേന്ദ്രൻ വന്നപ്പോൾ, എടാ നിന്നെക്കൊണ്ട് ഇതിന് വല്ലതും പറ്റുമോടാ? ഞാൻ എന്ത് ചെയ്യാൻ? ആ കളക്ടർക്ക് രാത്രിയിൽ ഉറക്കമില്ലെന്നേ. എടാ മണ്ട, ഇങ്ങനെയൊക്കെ പോകുന്നവർ എന്തെങ്കിലും ആയുധങ്ങൾ കയ്യിൽ കരുതും. അത് അല്ലെങ്കിൽ ക്ലോറോഫോം എടുത്ത് ഇങ്ങനെ മണപ്പിക്കും. എന്നിട്ട് വേണം രാവിലെ തന്നെ ആ വീട്ടിൽ നിന്ന് എന്നെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഈ ക്ലോറോഫോം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ബോധം പോവും. എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ട് ഇത് നടക്കും. ശരിയാ, എനിക്കും തോന്നുന്നില്ല. കൃഷ്ണൻകുട്ടിക്ക് ദേഷ്യത്തോടെ താണ്ട രാജേന്ദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിടാ. രൂപ 50,000 നീ എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചിരിക്കുന്നത്. പൈസ എണ്ണി മേടിച്ചപ്പോൾ നീ എന്തുവാ പറഞ്ഞത്? 2 ദിവസത്തിനകം കുഞ്ഞിനെ കൊണ്ടുവന്ന് തരാമെന്ന്. ഇന്നത്തേക്ക് എത്ര ദിവസം ആയെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ഒന്നുകിൽ ഞാൻ തന്ന പൈസ നീ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നീ എനിക്ക് എടുത്തു തരണം. ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ മനസ്സിൽ നല്ല ഒരു പദ്ധതിയുണ്ട്. എടാ, ഇപ്പം നീ ഉണ്ടാക്കിയ പദ്ധതി പോലെയാണെങ്കിലേ സെൻട്രൽ ജയിലിൽ നിനക്കൊരു മുറി അവിടെ ഒരുക്കിയിട്ടേക്കാൻ പറയാം. പോലീസുകാർക്ക് അപ്പോൾ എളുപ്പമായിരിക്കും. നീ ഇപ്പോൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാ. ഏതെങ്കിലും തണ്ടും തടിയുള്ള ആണുങ്ങളാ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്നെ അവിടെയിട്ട് കെട്ടിയിട്ട് തല്ലിയേന്. ദാണ്ടെ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കിയേക്കരുത്. 1-2 ദിവസത്തെ താമസം കൂടെ എനിക്ക് താ. എൻ്റെ ആവനാഴിയിൽ അവസാനത്തെ അമ്പ് കൂടെ ഞാനൊന്ന് പുറത്തെടുക്കട്ടെ. അതിലെൻ്റെ ഭാര്യ ശാന്ത വീഴും. ഡാ, നിൻ്റെ ഭാര്യയെ വീഴ്ത്തുകയോ ഇരുത്തുകയോ നീ എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് കൊച്ചിനെ എടുത്തു തരണം. ഞാൻ ഏറ്റന്നെ. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ. തലയ്ക്കടിയൊക്കെ വാങ്ങിച്ചിട്ട് രാജേന്ദ്രൻ തൻ്റെ ശാന്തയുടെ അടുത്തോട്ട് വരുക. എന്തോ പുതിയ പദ്ധതിയും പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വരവ. അവൾ നല്ല പണിയിലാണല്ലോ. അതുകൊണ്ട് അഭിനയിച്ച് തകർക്കാൻ പറ്റിയ സമയമാണ്. അയ്യോ എനിക്ക് വയ്യായേ എന്നും പറഞ്ഞ് വയറും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കള്ളക്കരച്ചിൽ കറിയാ. എടി ശാന്തേ, ഓടിവാടി. എടി ശാന്തേ, എനിക്ക് അസുഖം വളരെ കൂടിയടി. കുറച്ച് മുമ്പ് കണ്ടപ്പോൾ അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. എടി ശാന്തേ, അസുഖമില്ലയോ? അതെപ്പോഴാണ് കൂടുന്നത് കുറയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ എഴുന്നേറ്റ് വാ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. അത് വേണ്ട, വല്ല ധർമാശുപത്രിയിലും പോകാനായിരിക്കും. അതൊന്നും വേണ്ട. അവിടെ നിന്നും പോയാൽ എൻ്റെ അസുഖം മാറില്ലെന്ന് നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞടി. കോയമ്പത്തൂരിലെങ്ങും പോയി ചികിത്സിക്കാനുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായടി. ഞാൻ ചത്താലെന്താ ജീവിച്ചാലെന്താ? വേദന തിന്ന് ഞാൻ ഇവിടെ കിടന്നങ്ങ് ചാകും. പാവം ശാന്ത അറിയുന്നില്ലല്ലോ ഈ കള്ളൻ്റെ കള്ള അഭിനയമാണെന്ന്. എനിക്ക് നിങ്ങളെ കോയമ്പത്തൂരിൽ കൊണ്ട് ചികിത്സിപ്പിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതിനുള്ള പണം നമുക്കില്ലല്ലോ. അതിന് പണം ഉണ്ടാക്കാനുള്ള വഴിയല്ലേടി ശാന്തയെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അത് കേട്ടതും ശാന്ത ദേഷ്യത്തോടെ, ആഹാ, അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയല്ലേ? ഒരു കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ട. കുഞ്ഞിനെ ആര് ദ്രോഹിക്കുമെന്നാ നീ പറയുന്നേ? കുഞ്ഞിനെ എടുത്ത് നമ്മൾ അവർക്കങ്ങ് കൊടുക്കുന്നു. അവരതിനെ കൊല്ലുകയോ വളർത്തുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതൊക്കെ അവരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ കാര്യം കണ്ടാൽ പോരെ. എൻ്റെ പൊന്ന് ശാന്തയല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കുമോളെ. ഇത് ചെയ്തേ പറ്റൂ, പ്ലീസ്. അങ്ങനെ ശാന്തയും ആകെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. പണമല്ലേ? പണം കാണുമ്പോൾ ആരുടെയും കണ്ണ് മഞ്ഞളിക്കുമല്ലോ. ഇവിടെ ശാന്തയുടെയും കണ്ണ് മഞ്ഞളിച്ചോ എന്നൊരു സംശയമുണ്ട്. രാവിലെ ശാലിനി പപ്പിമോളെ തലമുടിയൊക്കെ ഇങ്ങനെ വാരി ഒതുക്കുക. പിള്ളച്ചേട്ടൻ ചോദിക്കുന്നത്, എന്നാലും ആരാ ഇവിടെ വന്നത്? പപ്പി ചോദിക്കുക, ആരാമ്മ, ഏത് കള്ളനാമ്മ ഇവിടെ വന്നേ? അറിയില്ല മോളെ. എന്തായാലും നമ്മൾ അന്വേഷിക്കും. അമ്മേ, കള്ളനെ പിടിക്കണ്ടേ? ആ, പിടിക്കണം. പപ്പിമോളെ, സ്വന്തമായിട്ട് മുടിയൊക്കെ കെട്ടിപ്പോകാനുള്ള പ്രായമൊക്കെ ആയി. രാഘവട്ടമ്പൽ, ഇവർ മുടി കെട്ടിയത് തന്നെ. ഞങ്ങൾക്ക് മുടിയൊക്കെ കെട്ടാൻ അറിയാം. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ലെന്ന് മാത്രം. ഞാനൊക്കെ ഞങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതേ, ഞങ്ങളുടെ കടയിലെ പണിയും കഴിഞ്ഞ് മുടിയും കെട്ടും ചോറും എടുത്തു വെക്കും. ഇതെല്ലാം കേട്ട് സത്യാമ്മയും ചിരിക്കുക. അതാണ്ട കുളം കലക്കി പിള്ളയും അങ്ങോട്ട് വന്നിട്ടുണ്ട്.
അപ്പോഴങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. റസാഖും മറ്റ് പോലീസുകാർ ഇറങ്ങി വരുന്നുണ്ട്. റസാഖ് വന്ന് ശാലിനിയോട് ചോദിക്കുന്നു, മാഡം ആരാണ് അയാളെ ആദ്യം കണ്ടത്? ഞാനാ. മങ്കിക്കാപ്പ് അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. സത്യം പറയാം, മാലയും വളയൊക്കെ കാണുമെന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പോഴാണെങ്കിൽ സ്വർണത്തിനൊക്കെ തീ വിലയല്ലേ. കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലേ കഴുത്ത് കണ്ടിച്ചിട്ടാണല്ലോ അവന്മാരത് എടുത്തോണ്ട് പൊക്കളയും. ശാലിനി പറയാം, അവൻ്റെ തലയ്ക്ക് ഞാനൊരു അടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ കടന്നു കളഞ്ഞു. രാഘവേട്ടൻ പറയാം, ഇങ്ങനൊക്കെ വരുന്നവന്മാർ ആയുധങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്, പറയാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ വഴിയില്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തിയിട്ടാണെങ്കിലും അവന്മാരങ്ങ് പോവും. അവനെ എവിടെ വെച്ചാ കണ്ടത്? കണ്ടതകത്ത് വെച്ചാ, പക്ഷെ ആ മതിൽ ചാടി ഓടിക്കളഞ്ഞു. എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ആഭരണങ്ങളുണ്ടെങ്കിൽ അത് ലോക്കറിൽ വെക്കുന്നതാണ് സേഫ്. ശാലിനി പറയാം, എന്തായാലും ഈ അടുത്ത കാലത്തെങ്ങും അവൻ ഈ വഴിക്ക് വരാൻ സാധ്യതയില്ല. ഒരടിയാണെങ്കിലും ശരിക്കും അവനിട്ട് കൊണ്ടിട്ടുണ്ട്. ഇന്നലെ ഇവിടെ കയറിയാൻ വേറെ എങ്ങും കയറിയതായിട്ട് റിപ്പോർട്ടും ചെയ്തിട്ടില്ല. പരിസരത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്തെ പ്രധാന താരങ്ങളെയൊക്കെ വിളിച്ചെന്ന് ചോദ്യം ചെയ്യാം. മുഖം മൂടി വെച്ച് കക്കാൻ ഇറങ്ങുന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. എന്നാൽ വേണ്ടത് ഞാൻ ചെയ്തോളാം മാഡം എന്ന് പറഞ്ഞിട്ട് റസാഖും മറ്റേ പോലീസുകാരും അങ്ങ് പോവുക. പൊന്നി ശാരിയുടെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വാവേ എന്നും പറഞ്ഞ് ശാലിനി പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കുക. ഇതൊക്കെ ഇങ്ങനെ പിള്ള നോക്കി നിൽക്കുക. മോഷ്ടിക്കാൻ കള്ളം വന്നത് ഈ കുഞ്ഞ് കാരണമാണെന്നും പറഞ്ഞ് പിള്ള ഇനി അവിടെ പറഞ്ഞു വരുത്താൻ പോവാണെന്ന് തോന്നുന്നു. എനിക്ക് പോകാൻ സമയമായല്ലോ, രാമുവേട്ടനെ വിട്ട് കാണുന്നില്ല. സത്യമേ, പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഞാൻ ഹോട്ടലിലെ ശാന്തേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി ശാലിനി. പൊന്നിയെ കൊണ്ട് എല്ലാം കൂടി നടക്കുന്നില്ല. അപ്പോൾ ശാലിനിക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കുഞ്ഞമ്മ പോയിട്ട് വരട്ടെ, നല്ല മോളായിട്ടിരിക്കണേ എന്നും പറഞ്ഞ് കുഞ്ഞിനെ പൊന്നിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. സത്യമോളും പപ്പിമോളും സ്കൂളിൽ പോകാൻ ഒരുങ്ങി വന്നിരിക്കുക. കുഞ്ഞാവെ എൻ്റെ മടിയിലൊന്ന് വെച്ച് തരുമോ? പപ്പി പറയാം. എന്നാൽ എൻ്റെ മടിയിൽ അത് കഴിഞ്ഞൊന്ന് വെച്ച് തരണേ. പൊന്നി പപ്പിയുടെ മടിയിലോട്ട് കൊച്ചിനെ വെക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ രാഘവേട്ടൻ, അതൊന്നും വേണ്ട, കൊച്ചിനെ പൊന്നി തന്നെ അങ്ങ് എടുത്താൽ മതി. സത്യമ്മ പറയാം, അവരുടെ ഒരു ആഗ്രഹമല്ലേ രാഘവേട്ട, പൊന്നി ഒന്ന് മടിയിലോട്ട് വെച്ച് കൊടുക്ക്. പിള്ള പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിലിരിക്കുവാണ് രാഘവേട്ടൻ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി വരാനുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് അനുഭവിച്ചോ. അങ്ങനെ പൊന്നി സത്യയുടെ മടിയിലോട്ട് കുഞ്ഞിനെ വെച്ചു കൊടുത്ത്, കുഞ്ഞാവേ ഇത് ആരുടെ മടിയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളാ കുഞ്ഞിനെ ലാളിക്കുക. അയ്യോ ദാണ്ട് എൻ്റെ മടിയിൽ മുള്ളി, അയ്യോ മൊത്തം നനഞ്ഞു. പിള്ള അത് കേൾക്കാൻ നോക്കിയിരിക്കുക. അച്ചാച്ചൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? അയ്യോ യൂണിഫോമിലൊക്കെ ആയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ സത്യ വിഷമിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ശാന്ത അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നി സത്യയുടെ യൂണിഫോം ഒന്ന് മാറ്റി കൊടുത്ത്. അയ്യോ സത്യമേ, ബാക്കിയുള്ള യൂണിഫോമൊക്കെ ഞാൻ നനച്ചിട്ടിരിക്കുവാണല്ലോ. അയ്യോ അപ്പോഴൊന്നും എനിക്ക് പരീക്ഷയാണല്ലോ. പിള്ള പെട്ടെന്ന് രാഘവേട്ടൻ്റെ ചെവി കടിക്കുന്ന പോലെ പറയാം, ആ കൊച്ചിനെ എടുത്തപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ദാണ്ട സത്യാമ്മ, ശാന്തയാൻറ്റി വന്ന്. ആ ശാന്ത എത്തിയോ? ശാലിനി പറഞ്ഞിരുന്നു ശാന്ത വരുമെന്ന്. സത്യമോളെന്താ പാവാട ഇങ്ങനെ പിടിച്ചിരിക്കുന്നു? അത് പാവമുള്ളി. പൊന്നി പറയാം, മറ്റുള്ള യൂണിഫോം എല്ലാം നനച്ച് വെച്ചിരിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആലോചന നിൽക്കുക. ശാന്ത പറയാം, അതിനെന്താ, അതും കഴിയാ പോരെ, എന്നിട്ട് നമുക്കതങ്ങ് തേച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ശിവനും കമലിനൂടെ ബൈക്കിൽ അങ്ങോട്ട് വരിക. കമലൻ പറയാം, മക്കളെ നമുക്ക് പോയാലോ? അയ്യേ, കമലിനെങ്കിലാണോ ഞങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്? അയ്യോ ഞാനല്ലേ കൊണ്ടുപോകുന്നത് ആശാന, ഞാൻ കൂടെ വന്നേ ഉള്ളു. ശിവനോട് പപ്പി പറയാം, ദാണ്ട സത്യയുടെ പാവാടയല്ലേ പാവമുള്ളി, അതിനെന്താ ഉണ്ണിമൂത്രം പുണ്യാഹം എന്നല്ലേ പറയുന്നത്. പിള്ളയുടെ കലി അടങ്ങിയിട്ടില്ല. പിള്ള പറയാം, പുണ്യാഹം എന്നൊക്കെ പറയും, പക്ഷേ ഈ തുണി ഇട്ടുകൊണ്ട് ഈ കൊച്ചിന് പോകാൻ പറ്റത്തില്ലല്ലോ. സത്യയുടെ പാവാടയൊന്ന് കഴി തേക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുവേ എന്ന് പറഞ്ഞിട്ട് ശാന്ത കൊണ്ടുപോകുന്നുണ്ട് കൊച്ചിനെ ഡ്രസ്സ് മാറിക്കൊടുക്കാനായിട്ട്. ശിവൻ ചോദിക്കുന്നപ്പോൾ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകാൻ സമയമാകില്ലേ, പിന്നെ ഡ്രസ്സില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ? രാഘവേട്ടൻ വലിയ ദേഷ്യത്തിലാണ്. എടാ വിഷ്ണു, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. കള്ളനെ വീടിനകത്ത് വരെ കയറാൻ തുടങ്ങി. അച്ഛൻ എന്തോ പറഞ്ഞ്? കള്ളനോ? ആ കള്ളൻ. രാഘവേട്ടൻ അങ്ങനെ പറയുമ്പോൾ ശിവനും കമലനും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് ശിവൻ ആ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കും. അവിടെ മോഷ്ടിക്കാൻ വന്നതല്ലെന്നും അത് രാജേന്ദ്രനാണെന്നും ശാരിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ വന്നതാണെന്നും ഇനി അതിനു മുമ്പ് തന്നെ ശാന്ത എന്തെങ്കിലും രാജേന്ദ്രന് വേണ്ടി അവിടെ കള്ളത്തരം കാണിക്കുമോ, കൊച്ചിനെ അടുത്ത് ആർക്കെങ്കിലും കൊടുക്കാനൊരുങ്ങോ, ഇനി മോഷണത്തിൻ്റെ പുറകെ ശാന്തയാണോ രാജേന്ദ്രനാണോ കുടുങ്ങാൻ പോകുന്നത്? എന്തായാലും ഉടനെ തന്നെ ശിവൻ ആ കള്ളനെ പിടികൂടും, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്താവും രാജേന്ദ്രൻ്റെ വിധി എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.